ഹായ്, ഞാൻ അഫീദ. ആൻഡ് കുറച്ച് ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയുണ്ടാകും, ഞാൻ ഡൽഹിയിലാണ് പഠിക്കണത്, ആർക്കിടെക്ചർ 3rd ഇയർ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. ആൻഡ് ഈ 2.5 വർഷത്തിൽ ഇതിൻ്റെ 8ാമത്തെ പ്രാവശ്യമാണ് ഞാൻ റൂം മാറുന്നത്. ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റ് മാറി 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 എനിക്ക് മടുത്തു. ഇനി എല്ലാ പ്രാവശ്യവും മാറുമ്പോൾ കരുതും ഇനി ഞാൻ മാറൂല എന്ന്. പക്ഷേ എനിക്ക് കുറേ കാലം ഒരിടത്ത് ഇങ്ങനെ ഇരിക്കാൻ കഴിയൂല. പിന്നെ വേറെ എന്തെങ്കിലും കുറേ റീസണുകളുണ്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നതായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഞാൻ കണക്കില്ല മാറിന് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഓരോ മാറലിലും എൻ്റെ കുറേ സാധനങ്ങളും മിസ്സാവും. പിന്നെ ഇങ്ങനെ ഓരോ ഫ്ലോർ ഇതിങ്ങനെ കയറ്റുമൊക്കെ കൂടെ ആയിട്ട് അങ്ങനെ ഫൈനലി അധികം ഞാൻ എപ്പോഴും ആരെങ്കിലും കൂടെ ആയിട്ട് നിൽക്കല, ഒറ്റയ്ക്ക് നിൽക്കലില്ല. ആൻഡ് ഫൈനലി ഞാനിപ്പോൾ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് എടുത്തു. ലൈക്ക് എനിക്ക് മാത്രം ഒരു 1 hour ഇനി ഞാൻ മാത്രം. ആൻഡ് ഞാൻ കരുതി ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക. ഞാനിങ്ങനെ അതൊന്നും എനിക്ക് ഒരു കൈവേദനിക്കാം. കുറേ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് കയറ്റിയിട്ട് ഓൾറെഡി കൈവേദന, ഫോണൊന്നും പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ഞാൻ കരുതിയത് ജോലിയൊക്കെ ആയിട്ട് കുറേ വലിയ കുട്ടിയൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ, മീൻസ് അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ കരുതി. പക്ഷെ ഇതിപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ തോന്നി, പാണ്ട് തന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണോ എന്നൊക്കെയുള്ള സാധനമോ. എന്നിട്ട് അപ്പോൾ ചെറിയൊരു തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങോട്ട് പെട്ടെന്നൊക്കെ അങ്ങോട്ട് തീരുമാനമായി ഞാൻ പോവുകയാണല്ലോ ഒറ്റയ്ക്ക് നിൽക്കണം. എന്നിട്ട് അപ്പം തന്നെ റൂമൊക്കെ എടുത്തു. വാവ് ഇതിപ്പോൾ ആകെ മെസ്ഡപ്പാണ്. ആസ് യു ക്യാൻ സീ ഒക്കെ കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ പഴയ റൂമെന്ന്. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. ആൻഡ് ഇന്നലെ രാത്രിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് സോ ഗുഡ്. ഐ വിൽ ഷോ യു. ലൈക്ക് നോക്ക്, ബെഡിൽ ഇവിടെ ഇങ്ങനെ കടന്നാൽ ഇങ്ങനെ വിൻഡോ ഒക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കാം. ആൻഡ് ഐ വിൽ ഷോ യു നൗ. കയറി വന്നാൽ ഒരു ടോയ്ലറ്റ്, കിച്ചൺ, റൂമും കിച്ചണും ഒക്കെ ഒന്നാണ്. ഇവിടൊക്കെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പേസ്റ്റ് ചെയ്യും. ഇവിടെ ഓൾറെഡി ഒരു മൊണാലിസ പെയിൻറ്റിങ്. ഇനി നോക്ക് എൻ്റെ ബാൽക്കണി. അയ്യോ, ഇതിൻ്റെ സുവനിയേഴ്സൊക്കെ ഞാൻ യാത്രകളൊക്കെ ചെയ്ത് കൊണ്ടുവരേണ്ട സാധനങ്ങൾ, സുവനിയേഴ്സൊക്കെ വെക്കേണ്ട സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ തട്ടി. ഇത് നോക്കി എനിക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കട്ട് ചെയ്ത മാതിരിയല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഇവിടെ നോക്കി എൻ്റെ ബാൽക്കണിയിൽ നിന്നാലും തൊട്ട് മുമ്പിൽ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടാണ് കാണാം. പക്ഷേ എൻ്റെ ബാൽക്കണിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഹോളോ, ഇവിടെ ഒന്നുമില്ല. അപ്പം എനിക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടും. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഇത് 5th ഫ്ലോറാണ്. അപ്പോൾ തണുപ്പത്ത് ഭയങ്കര തണുപ്പാകും, ചൂടത്ത് ഭയങ്കര ചൂടാകും. പക്ഷേ ഒരു ഹോംലെസ് ആയ സ്റ്റേറ്റ് എത്തിക്ക് ഞാൻ വേഗം എന്തോ ഫ്ലാറ്റ് എടുത്താണ്. പക്ഷെ നല്ല വൈബുണ്ട്, വൈബാണ് നമുക്ക്. പക്ഷെ എന്താ അട്ടോ അറിയില്ല, നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്. അപ്പം ഞാനിങ്ങനെ ആദ്യം റൂം കണ്ടേക്ക് ഞാൻ അങ്ങനെ നോക്കുമ്പോണ്ട് ഇവിടെ കൂടി വെൻ്റ് പാസ് ചെയ്യുള്ളൂ. ഈ ഡൽഹിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജനലുള്ള റൂം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ജനമൊക്കെ ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ക്ലസ്റ്റർ ചെയ്തിട്ടല്ല എല്ലാ ബിൽഡിങ്ങും ഉള്ളത്. അപ്പോൾ എനിക്ക് ജനലൊക്കെ ഉണ്ട്. സാധാരണ എല്ലാ റൂമിലും എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജനലുണ്ടാകില്ല. അതിന് പകരം ഈ വെൻ്റ് പറഞ്ഞ സാധനം, കാരണം ഇതൊരു വൃത്തികെട്ടൊരു സാധനമാണ് വെൻ്റ്. ഇതിങ്ങനെ എല്ലാ റൂമിൽ കൂടി ഇതിങ്ങനെ പാസ് ചെയ്യും, എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ വൃത്തികെട്ട വെൻ്റ് തുറന്നുകാണ്ട് എൻ്റെ റൂമിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് തേങ്ങ കരുതിട്ട പൈപ്പോ എന്തൊക്കെ പോകേണ്ട. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഇതിങ്ങനെ കയറി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ബൈ ദ വേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ടോയ്ലറ്റിക്കൊക്കെ കാണാം. ഓക്കെ, പ്രൈവറ്റ് ടെറസ്, റൂമിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി. വാവ്, നല്ല ഹായ്. നല്ല ടെറസ്, ഇതിൻ്റെ മാത്രം ടെറസ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മെട്രോ പോണത് കാണാം.
അതവിടെ അക്ഷർധാം ടെമ്പിൾ. വല്ലാണ്ട് ഇതിൻ്റെ മേലെ നിന്ന് കളിച്ചിട്ട് താഴത്തേക്ക് വീഴണ്ട. ഇതാ നോക്ക്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് മഴ പെയ്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് വെള്ളം ഇറങ്ങും. ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഞാൻ ഫ്ലാറ്റ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം ആകെ പെട്ടിട്ടുള്ളത്. ഇനി ഓണർ വിളിച്ചിട്ട് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് ഇറങ്ങി ഇതുമെന്ന് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആരും എന്നെ പൊക്കിയെടുക്കാനില്ല. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വീണാൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ ആരും അറിയില്ല. പക്ഷെ എനിക്കൊന്നും പറ്റൂല. ഐ ആം സ്ട്രോങ്. വൗ, യെസ് ഐ ആം സ്ട്രോങ്. ലെറ്റ് മീ ടേക്ക് ദിസ്. ഇതിങ്ങനെ നമ്മൾ പൊക്കിയെടുക്കണം. കുട്ടികളെ അവിടെ നിന്ന് നോക്കണ്ട്. കുട്ടികളൊക്കെ നമുക്ക് മൈൻഡാക്കാം, വലിയവരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടണം. ഓക്കെ, എന്നെ കൊണ്ട് ഇത് കഴിയണില്ല ഗൈസ്. ഇനി നമ്മളിതെങ്ങനെ ക്ലോസ് ചെയ്യും? പക്ഷെ നമ്മളൊരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമണാണ്. നമ്മളിതൊക്കെ ചെയ്യണം. സിമ്പിൾ. അയ്യോ, ഇനിയിപ്പോൾ ഇത് തലയിൽ വന്ന് വീഴും. നല്ല രസമല്ലേ? ഇനി ഇവിടെ ഞാൻ മാത്രം, ഞാൻ ഒറ്റയ്ക്ക്. ഇതൊക്കെ എൻ്റെ. ഓ മൈ ഗോഡ്, ഇങ്ങനൊക്കെ ഇപ്പോൾ ബ്ലോഗായി പോയത് ഞാൻ ഇതൊന്നും കരുതിയില്ല. ഇനി ഇതൊക്കെ റെഡിയാക്കണം, എല്ലാം റെഡിയാക്കണം. ഇങ്ങനെ ഓരോ ഷിഫ്റ്റിങ്ങിലും എൻ്റെ ഓരോ സാധനം പോകും. അങ്ങനെ എൻ്റെ പോയ സാധനങ്ങൾക്ക് കണക്കില്ല. പക്ഷെ എല്ലാ ഷിഫ്റ്റിങ്ങും സർവൈവ് ചെയ്ത് വന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതും കുറേ ബുക്സ്. ഇതൊക്കെ ഞാൻ ഇതെവിടെ നിന്ന് പഠിച്ചത്? ജോധ്പൂരിൽ നിന്ന് പഠിച്ചത്. കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കൈ കൊണ്ട്. ഇതൊരു മാറ്റാ. ഇത് ഞാൻ 9th പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി തൊട്ട് ഞാൻ ഒറ്റയ്ക്ക്. ആൻഡ് ദ റീസൺ ബിഹൈൻഡ് ദിസ് റൂം ഷിഫ്റ്റിംഗ് ഈസ് ദാറ്റ് ഐ വാണ്ടഡ് മൈ സ്പേസ്. യുനോ, എല്ലാവർക്കും സ്പേസ് വേണ്ടേ? എനിക്ക് സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ലൈക്ക് എനിക്ക് എഴുതണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഴുതും. അപ്പോൾ ഞാൻ ഒരു കാര്യമായിട്ടൊരു സാധനം ഇപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് റൂമില്ലായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒറ്റയ്ക്ക് റൂമില്ലാണ്ടായി. അപ്പോൾ എനിക്ക് എഴുതാൻ കഴിയണില്ല. എനിക്കിങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ രണ്ടാളും കൂടെ ആകൂല ഇവനോ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഒറ്റയ്ക്ക് ഇല്ലാണ്ട് നടക്കൂല. അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലാറ്റൊക്കെ എടുത്തപ്പോൾ ഒറ്റയ്ക്ക് മാറിയിപ്പോൾ ഞാൻ മാത്രം. പക്ഷേ മറ്റേത് നമുക്ക് ഇവിടെ ഇപ്പം എങ്ങനെയാണ് ചെയ്യാനുണ്ടല്ലോ. മറ്റേത് നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയിലേക്കാരും. ഇത് നല്ല രസം. ഇപ്പം ഇത് തുടക്കണമെങ്കിൽ, ഇതുമത്തെ പൊടി തട്ടണമെങ്കിൽ, ഈ ജനൽ തുടക്കണമെങ്കിൽ നല്ല രസം. എന്താ ഇതിൻ്റെ പിന്നിൽ എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാനൊക്കെ മടിയാണ്. ഇതിപ്പോൾ എന്തോ നല്ല രസം. ഇനിയിപ്പോൾ കുറേ ചെടികളൊക്കെ മേടിച്ചപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിലാണ് അതൊക്കെ കൊടുന്ന് വെക്കണം. നിറച്ച് പൂക്കളുള്ള ചെടികൾ. അതേമാതിരി ഇനി ഇവിടെ പ്രാവാൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ബൗളൊക്കെ വെക്കണം. അപ്പോൾ കുറേ പ്രാവാളൊക്കെ വരും. ഒറ്റ സ്ട്രെച്ചിലാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ് 9 മിനിറ്റ്. പക്ഷേ ഇനി ഇവിടെ സിങ്കൊന്നുമില്ല. കിച്ചണുണ്ട് പക്ഷെ സിങ്ക് ഇല്ല. പക്ഷെ ഓണർ സിങ്ക് വെച്ചിരുന്നു. ആൻഡ് ബൈ ദ വേ എൻ്റെ ഓണറിന് ഫർണിച്ചറിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞു എനിക്ക് എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞു, എനിക്കൊക്കെ ഞാൻ തരാം പറഞ്ഞു. സ്റ്റുഡൻ്റ് അല്ലേ, എന്താ വെച്ചാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും എന്തായിട്ട് ഒരു കട്ടിൽ ചോദിച്ചു. കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കട്ടിലായിരുന്നു. എനിക്ക് നല്ല കട്ടിൽ തന്നു, എനിക്കൊരു സൈഡ് ടേബിൾ തന്നു. പിന്നെ എനിക്കെന്താ തന്നേ? പിന്നെ ഒന്നും തന്നില്ലല്ലേ? അത്രേ ഉള്ളൂ. സ്റ്റൗവ് ഉണ്ട്, ഗ്യാസ് കുറ്റിയുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ പിന്നെ അവിടെ ഓർഡർ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. എനിക്ക് ടേബിൾ തന്നു, എനിക്ക് ചെയർ തന്നു. ഇതൊക്കെ ഉണ്ട്. യെസ് അങ്ങനെ. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് എന്താണ്, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക ചെയ്ത. റൂം തപ്പിയതും ഇതാക്കിയതും അല്ലെങ്കിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടുള്ള പോവുക. ഇവിടെ എന്താ പ്രശ്നം വെച്ചതാണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് റൂം ഒരു കൊടുക്കൂല. മുസ്ലിങ്ങൾക്ക് റൂം കിട്ടാൻ ഭയങ്കര പണിയാണ്. ഞാനൊരു പ്രാവശ്യവും ഫസ്റ്റ് സോളോ ട്രിപ്പ് പോയി ഹിമാചലിൽ പോയി തിരിച്ച് വന്ന ടൈമിൽ എനിക്ക് ഫ്ലാറ്റൊന്നുമില്ല. അപ്പോൾ വന്നിട്ടാണ് ഫ്ലാറ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ കുഴങ്ങി ചത്ത് വന്ന് ഫ്ലാറ്റ് നോക്കുമ്പോൾ അതുവരെ കുഴപ്പമുണ്ടായില്ല. അത്രയും കാലം ഇവിടെ തന്നെയല്ലേ നിന്നത്. തേർഡ് ഇയർ ഈ സമയം തേർഡ് ഇയർ പഠിക്കുമ്പോൾ
അതുവരെ കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ മുസ്ലിങ്ങൾ ഹിന്ദു എന്നുള്ള സാധനം ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ ഞാൻ കുഴങ്ങി. പ്രാന്ത. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ആൾക്കാരൊക്കെ എന്താട്ടി വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ വേറെ റിലീജനിലുള്ള ഓരോക്കെ ID കാർഡൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കയറി. എനിക്ക് അപ്പോൾ വാശി. ഞാൻ പറഞ്ഞു മുസ്ലിമാന്ന് പറഞ്ഞിട്ട് എടുക്കണോടെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമാണ്. അന്നാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ മുസ്ലിം കുട്ടികളായിരുന്നേ, എൻ്റെ ജൂനിയേഴ്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ പേര് കേൾക്കുമ്പോൾ എൻ്റെ പേര് എന്നോട് ഈ ഫസ്റ്റ് എന്താ പേര് റഫീദ, അടുത്ത ആൾ ഫിദ, സന, റിഫ. സൂപ്പർ. കിട്ടൂല, റൂം കിട്ടൂല. എന്നിട്ട് എനിക്ക് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ഓക്കെ പിന്നെ കിട്ടും കരുതി. ഇത് കിട്ടണില്ലേ. ലാസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് ദേഷ്യം വന്ന് ഞാനും ബ്രോക്കറുകളൊക്കെ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളൊന്നും തീരെ എഡ്യൂക്കേറ്റഡ് അല്ലേ, അത് എന്തൊക്കെ എനിക്കറിയില്ലൊക്കെ പ്രാന്തൊക്കെ പാടെ പിടിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് പ്രശ്നമൊക്കെ ആക്കിയിരുന്നു. ലാസ്റ്റ് ഞാനിപ്പോൾ ആദ്യം നിന്ന റൂമിൽ തന്നെ വീണ്ടും പോയി, ആ ഫ്ലാറ്റിൽ തന്നെ വീണ്ടും റൂം എടുത്തു. ആ ഓണർ മാത്രമേ മുസ്ലിങ്ങളെ നിർത്തുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ഇപ്പോഴും റൂം തപ്പിയേക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടമായ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ഫ്ലാറ്റ്. അതൊക്കെ എടുക്കുക, ഒക്കെ സെറ്റായൊക്കെ പറഞ്ഞേക്ക് ലാസ്റ്റ് അവിടുത്തെ ആൾ ഞാൻ മുസ്ലിം പറഞ്ഞേക്ക് എനിക്ക് പിന്നെ തന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഉള്ള ആളോട് ഞാൻ പറഞ്ഞു മുസ്ലിമാണ്, പക്ഷെ ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കൂല എന്നൊക്കെ കള്ളം പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞതാക്കിയിട്ടൊക്കെയാണ് അയാൾ എനിക്കിത് തന്നത്. ഈ കാലമൊക്കെ ഞാൻ പുറത്തേക്ക് സാധനം മേടിക്കാൻ പോകുന്നതൊക്കെ ആണെങ്കിലൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. പക്ഷേ ഈ ഷിഫ്റ്റിങ്ങിന് ഞാനാണ് എൻ്റെ എല്ലാ സാധനങ്ങളും ഒറ്റയ്ക്ക് മേടിച്ച ചൂല് അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക്. അതും എനിക്ക് ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പോകാണ്ടെങ്കിൽ കൂടി ഞാൻ വണ്ടിയൊക്കെ എടുക്കും, പോകണമെങ്കിൽ റിക്ഷ വിളിക്കും. പക്ഷെ ഇത് ഞാൻ നടന്ന് മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ നല്ല സാധനങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് 3-4 കവറ് പിന്നെ ഈ മാറ്റൊക്കെ ഞാൻ പിടിച്ച് മാറ്റും എല്ലാം അത് ഞാനിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് വന്നു. വാവും, ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ ഇനി ഞാൻ വൃത്തിയാക്കട്ടെ. ഓക്കെ, ബായ്. കുറച്ചിട്ട് കാണാം. ബായ്. അപ്പം ഞാൻ ഇവിടെ ഒക്കെ വൃത്തിയാക്കി. Look in the books. This in the stones. Hey guys, I just got back from college and in the room കാണാൻ ആദ്യമായിട്ട് ഒരാൾ വന്നിക്കണ്. I will show you who that is. That is കുസു. ഞങ്ങൾ പോയിട്ട് ചെടിയൊക്കെ മേടിച്ചു. Look. Look. That's so good. Yeah. See guys. നല്ല രസമല്ലേ? Good, right, Kusum? Yeah, it's good. Bro, this will go directly to the terrace. I got a private terrace. Bro. That's so good, it's right? Scary, okay? It's scary, but yeah, I can manage it. Wow. Come, I'll show you my balcony of. Oh my God. This is the plant I told you. I got it, right? Yeah. Oh yeah, guys, see. Then I മേടിച്ച ഒരു ചെടി നല്ല ഭംഗിയില്ലേ. Hi guys, so this is Kusum. I haven't shown her in my videos yet because most of my videos were travel videos, but she was not there. So Kusum. That video was there. Yeah. So meet Kusum, guys. Hi. Tell them about us. Tell them about you first. Okay, I am Kusum Vidya. Yeah. How do you say I am Kusum Vidya? How do you say Kusum Vidya? Nan Kusum Vidya. Nan Kusum Vidya. Delhi every day. Delhi every day means where is Delhi, bro? I am from Delhi. Yeah. How do you say that? ഞാൻ ഡൽഹിയിൽ നിന്നാണ്. അറിയൂ? I forgot. ഇവക്ക് നല്ലോണം മലയാളം അറിയാട്ടോ, പക്ഷെ ഇവക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാക്കി. കുറച്ച് മലയാളം അറിയാം. And my Tafi in first year. And I never thought of talking to her. Yeah, because she was this very what? Very interesting person. That's why you didn't talk to me only. No, because I felt like I don't know why I didn't talk to you. And then second year, you came to a section and I was like, I should talk to this girl. And then we talked. And I was like, yeah, we can be friends. And then when we like the beginning of friendship, Afi used to be like, let's not have serious conversation. It's like a casual friendship. Yeah. Like casual relationship ഉണ്ടല്ലോ, അപ്പൊ സീരിയസ് ആയിട്ട് അതേമാതിരി നമ്മുടെ ഫ്രണ്ട്സ്. Yeah, it's casual friendship. Let's not have any serious talk. Bro, I can't imagine that I have done that. Yeah. Okay. Like, I remember you saying this, especially Kusum, let's not talk about serious stuff. We have this relation.
Like because whenever I'm with her, I was so happy. So I didn't want her to say about my personal life problems. So I didn't want to hear her personal life problems. It was nothing. Like we were like, she was my happy place. But then there came this point where I was like, friendship means like we have to share everything, right? We started sharing. Now. Now we are in serious relationship. Yes. Now we are in very serious relationship. We share everything. Thank God We cry, we laugh, we dance, we sing shit. Yeah. So. By the way, she's an artist, okay? Like not just an artist, but a whole artist. I'm trying to be an artist maybe. She's not trying. She's already one. Yeah. So I think we should talk. We should stop talking and we should start doing some work. Yeah. Like right now we are planning to ഈ വാളൊക്കെ ഫുള്ള് ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഒട്ടിക്കാന്ന്. So let's get into that. Let me show you what all I have got today from the market. See, I got all these. എന്ത് രസാലേ. ഹായ്. ഇതൊക്കെ എൻ്റെതാ. ഇതിൻ്റെ റൂം. ഞാൻ ഹാപ്പി ഫുൾ ലൈക്ക് വേറെ എവിടെയോ വാളില് ആദ്യമായിട്ട് ഒട്ടിക്കാൻ പോണത് ഇതാണ്. ഐ വിൽ ബി ഇൻ ഡൽഹി. പണ്ട് ജയ്ക്ക് പ്രിപ്പയർ ചെയ്ത ടൈമിൽ എഴുതി ഒട്ടിച്ചത് പഠിച്ചിട്ട് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇവിടെ എത്തി. ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ. ഫീൽസ് ഗുഡ്. അപ്പം എവിടെ ഒട്ടിക്കും? I will be in Delhi. I live in Delhi now. So നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. Oh my God, Afida Sherin is setting up her room now. Finally. Does it feel so good? Like, see guys. See that? Oh my God. I get to live here, right? Every day. Wow. ഇതിപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ എൻ്റെ ടെറസിൻ്റെ പ്രൈവറ്റ് ടെറസ് എന്നുള്ള വ്യൂ ആണിത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് നന്ദു, ഇതാണ് ഷദീദ്. ഇവിടുത്തെ ടെറസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെറസിൽ ഫുള്ള് ടാങ്കാളാകും. ലൈക്ക് ലിറ്ററലി നോക്ക് എത്ര ടാങ്കാളാ നോക്ക്. അതവിടെ മെട്രോ പോണ കണ്ണുണ്ടോ? ഇത് റോഷൻ വരും. അത് റോഷൻ വന്നു. ഇനി കുസുമ ഇപ്പൊ വരും. കുസുമ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയിക്കാം. How you feeling, Kusum? Sunset can heal you. Ever since honeys was wearing Sassoon, now it's 95 and they clock me and watch me diamond shining, looking like I'm Rob Liberace. It's all good from Diego to the like this whole terrace. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതൊക്കെ ഇന്റെ ടെറസാ. യുനോ അടി അപ്പുറത്തുള്ള ആൾക്കാർക്കൊന്നും ടെറസുമൊക്കെ കയറാൻ കഴിയൂല. അപ്പോൾ ഇത് റൂമിന്നേ ഇത് കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇല്ലതാ. You can sit here and sketch all day. I can sit here and write all day. Yeah. ഗൈസ് നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ മലപ്പുറത്തുനിന്നുള്ളൂ. വി ആർ മലപ്പുറം ഗൈസ്. റോഷൻ വീഡിയോ തുറന്ന റോഷൻ വേറെ ആരോ ജാട കിട്ടി. It just feels so good. So good. Like ഇപ്പോഴാണ് മനസ്സിലായി. എൻ്റെ റൂം നോക്കിയാൽ ലോട്ടസ് ടെമ്പിളും കാണും. So guys, Kusum is leaving. It's time it's time for Kusum to leave. Like Kusum
കൊൽക്കത്തയിൽ നിന്നുള്ള കുട്ടിയാണ്. പക്ഷെ കുസുമ ജീവിക്കുന്നത് ഡൽഹിയിലാണ്. ആർ യു ഡൽഹിയേറ്റ് ഓർ ബംഗാളി? I'm a Bengali. വേറെ ബംഗാളി Yeah. I don't Delhi consider girl. myself a Delhiite. അപ്പോൾ ഓൾക്ക് വീട് ഇവിടെ ഉള്ളതുകൊണ്ട് ഓൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനും ഇതാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കുസും പോവാണ്. Appasheri. Oh, Appasheri. When I say something else now, Malayalam, you know a lot of things. What ഞാനെന്റെ സ്നേഹിക്കുന്നു. What? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. Then Don't say any bad words. Yeah. what good words? She doesn't know Okay, any I good forgot words. that. Yeah. ഹായ്, എനിക്ക് ഈ പരിപാടി സത്യം പറഞ്ഞാൽ വലിയ ശീലമില്ലാത്തതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണ്ടേ, നമ്മളിങ്ങനെ ബായി നിർത്തതൊക്കെ പറഞ്ഞാൽ നിർത്തൂലേ, അതൊന്നും അന്ന് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇപ്പം ഞാൻ എടുത്തിയായിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ശരി ഗൈസ്, ബൈ. സത്യം പറയട്ടെ, ഈ ഇപ്പം നിങ്ങൾ കണ്ട വ്ളോഗ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ഒരു മാസമായിട്ട് ആവാനായി. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ബൈ പറയണേ. യെസ്, ബൈ ബൈ.